ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാവരുടെയും ഇഷ്ട സീരിയലായിട്ടുള്ള പവിത്രം, അതായത് 2 മാസം മുമ്പ് നമ്മുടെ ക്ലൈമാക്സിലേക്ക് എത്തിയ പവിത്രം നാളെ മുതൽ വീണ്ടും തുടങ്ങുവാട്ടോ. അപ്പോൾ ഹോട്ട്സ്റ്റാറിൽ മാത്രമാണ് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞെങ്കിലും രാത്രി 11 മണിക്ക് TV-യിൽ അത് വരുന്നുണ്ട്. അതായത് സീരിയൽ 11 മണിക്ക്, ഹോട്ട്സ്റ്റാറിൽ രാവിലെ തന്നെ വരുമായിരിക്കും. TV-യിൽ 11 മണിക്കാണ് നമുക്ക് എപ്പിസോഡ് കാണാൻ സാധിക്കുക. ഹോട്ട്സ്റ്റാറിൽ പ്രൊമോ വരുമോ എന്ന് അറിയില്ല, അഥവാ വരുവാണെങ്കിൽ പ്രൊമോ റിവ്യൂ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ TV-യിലാണ് പ്രൊമോ വരുന്നതെങ്കിൽ TV-യിലെ പ്രൊമോ 11 വരെ 11:30 ആണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ പവിത്രം 2-ല് കാണിക്കാൻ പോണത് വേദ പ്രഗ്നന്റ് ആയിരിക്കുകയാണല്ലോ. വേദ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം വേറെ ആരും അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ വേദ ആ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്, തന്റെ കുഞ്ഞിനും തനിക്കും വേണ്ടി മാത്രം. കാരണം വേദക്ക് മറ്റുള്ളവരെ മാനേജ് ചെയ്യാനൊക്കെ പറ്റും, ആരും പേടിയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ തന്റെ വീട്ടിൽ ഇപ്പൊ ഒരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് ആ കുഞ്ഞ് സേഫ് ആയിരിക്കണം, കുഞ്ഞിന് ഒരു ആപത്ത് പോലും സംഭവിക്കരുത് എന്ന് വേദ വിചാരിക്കുകയാണ്. അപ്പൊ ആ കുഞ്ഞിന് പ്രസവിക്കണ വരെ താൻ ഇവിടുന്ന് മാറി നിന്നേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ ചേട്ടൻ എന്ന് പറഞ്ഞ അലവലാതി ശ്രീകാന്ത് ചിലപ്പോ തന്നെ അപകടപ്പെടുത്താൻ വേണ്ടി വരുമ്പോൾ തന്നെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാലോ എന്നൊരു പേടി വേദക്കുണ്ട്. അതുകൊണ്ട് തന്നെ വേദ അവിടുന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ശ്രീകാന്തിന്റെ എല്ലാ കള്ളത്തരവും നമ്മുടെ ശങ്കരനാരായണൻ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ശ്രീകാന്ത് ഇങ്ങനെ അയ്യോ ഭയങ്കര സംഭവമാണ് എന്ന രീതിയിൽ, താൻ വലിയ ആളാന്ന രീതിയിലൊക്കെ പെരുമാറുമ്പോ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, എടാ എന്റെ മകൾ വേദക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. അവൾ എവിടെയോ ഉണ്ട്, അതെനിക്കറിയാം. പക്ഷെ അവള് പതുങ്ങിയിരിക്കണത് 10 മടങ്ങോടെ തിരിച്ചു വരാനായിട്ടാണ്. നീ നോക്കിക്കോ, ഇനി അവള് തിരിച്ചു വരുമ്പോ നിന്റെ പതനം അവിടെ തുടങ്ങോടാ, നീ സന്തോഷിക്കൊന്നും വേണ്ട എന്ന് നമ്മുടെ ശങ്കരനാരായണൻ പറയുമ്പോഴും ശ്രീകാന്ത് കളിയായിട്ട് എടുക്കണം. പിന്നെ അവള് തിരിച്ചു വരാൻ, അവളൊരു വെറും ഒരു പെണ്ണ്. അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൾക്ക് പണവും കാര്യങ്ങളും ഉണ്ടോ? അവൾക്ക് സ്വാധീനം ഉണ്ടോ? അവളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. മറ്റവൻ ആ ജയിലിൽ കിടക്കുന്ന ഗുണ്ട വിക്രം, അവൻ ജയിലിൽ കിടന്ന് തിരിച്ചു വരുമ്പോ 5-6 വർഷം കഴിയും. അതുവരെ വേദ ഒറ്റക്ക് തന്നെ അല്ലേ, അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. അപ്പൊ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, നിന്റെ തെറ്റിദ്ധാരണയാണ് അവളെ കുറിച്ചുള്ളത്. അവൾ ഒരിക്കലും ഒറ്റക്കല്ല, അവളുടെ കൂടെ ഒരുപാട് ശക്തികളുണ്ട്. സത്യസന്ധതയും നീതിക്കും വേണ്ടി നടക്കുന്ന പെൺകുട്ടിയാണ് വേദ. അവളുടെ ഒറ്റാള് മതിയടാ നിന്നെ ഇല്ലാതാക്കാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശങ്കരനാരായണൻ. ഇതൊക്കെ പുച്ഛത്തോടെ മാത്രമേ ശ്രീകാന്ത് കാണുന്നുള്ളൂ. അപ്പോ തന്റെ അച്ഛനും അമ്മയൊക്കെ വിക്രത്തിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് വരുന്നുണ്ട്. അതാണ് പ്രൊമോയില്. അങ്ങനെ വരുമ്പോഴൊക്കെ നമ്മുടെ വിക്രമാണെന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യം എന്ന് പറയണത്, തന്റെ വേദനയെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ, വേദ എവിടെയാണ്, വേദന എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് കരയാണ് വിക്രം. അപ്പൊ മാഷും കമലയും പറയണ്ടടാ, ഞങ്ങൾക്ക് അവളെ കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ അവളെ കുറിച്ച് ഒന്നും അറിഞ്ഞില്ലടാ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് മോനെ, അവൾ എവിടെയൊക്കെയോ ഉണ്ട്, അവൾ ഞങ്ങൾ കണ്ടുപിടിക്കാം, നിന്റെ അച്ഛൻ അവളെ അന്വേഷിക്കാത്ത സ്ഥലം ഇല്ലടാ മോനെ എന്നൊക്കെ പറയാണ്. വിക്രത്തിന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അതിനിടക്ക് നമ്മുടെ കമല മരണപ്പെടുന്നുണ്ട്. അതായത് തമിഴില് അച്ഛനാണ് മരിക്കണത് വിക്രത്തിന്റെ. ഞാൻ ഓൾറെഡി റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു 2 മാസം മുമ്പ്. അത് തമിഴിൽ ഒറിജിനൽ എപ്പിസോഡ് ഞാൻ ഇട്ടേട്ടോ. ഇനി ഞാൻ തമിഴിൽ എപ്പിസോഡ് ഇടുന്നില്ല, കാരണം തമിഴിനേക്കാളും വ്യത്യാസമുണ്ട് മലയാളത്തിൽ. അപ്പൊ അതുകൊണ്ട് അപ്പൊ തമിഴിൽ ശരിക്കും അച്ഛനാണ് മരിക്കണം, മാഷാണ് മരിക്കണത്. പക്ഷെ ഇതിൽ കമലയാണ് മരിക്കണത്. അങ്ങനെ കമല മരിച്ച് കഴിഞ്ഞിട്ടാണ്, അപ്പൊ ജയിലിൽ കിടക്കുന്ന സമയത്താണ് കമല മരിക്കുന്നത് കേട്ടോ. പക്ഷെ വിക്രം കാണാൻ പോവില്ല, കാരണം തന്റെ അമ്മേനെ ചലനമറ്റ ശരീരം കാണാനായിട്ട് വിക്രത്തിന് സാധിക്കില്ല. പക്ഷെ തന്റെ അമ്മ തന്റെ കൂടെ ഇരിക്കുന്നതും തന്റെ അമ്മ കാണാൻ വരുന്നതൊക്കെ പിന്നീട് വിക്രത്തിന് അങ്ങനെ തോന്നുവാണ്. അതേ സമയത്ത് ഇതില് നമ്മുടെ വേദ വേറെ ഏതോ നാട്ടിലാണ്, ആന്ധ്രാപ്രദേശോ അങ്ങനെ എന്തോ സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ നിൽക്കുന്ന സമയത്തും ഈ ശ്രീകാന്ത് അവിടേക്ക് വരുന്നുണ്ട്, ആ പാർട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. വേദ ആ സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയം, പ്രസവ സമയം. ആ സമയത്താണ് ശ്രീകാന്തിനെ അവിടെ വെച്ച് കാണുമ്പോൾ വേദ ഓടിപ്പോകുന്ന ഭാഗമുണ്ടല്ലോ. പക്ഷെ വേദ ഒരു കുഴപ്പമില്ലാതെ ആ പെൺകുഞ്ഞിനെ പ്രസവിക്കും. പിന്നീടാണ് വേദയുടെ വേറൊരു മുഖമായിട്ട് വേദ നമ്മുടെ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോഴാണ് ശ്രീകാന്തൊക്കെ ആകെ ഷോക്കായി പോകാൻ പോണത് കേട്ടോ. കാരണം വേദയുടെ കൂടെ 5 വയസ്സുള്ളൊരു കുഞ്ഞ്, അതും വേദയുടെ പോലെ തന്നെ ആ ഒരു ശൗര്യവും വിക്രത്തിന്റെ ആ ഒരു ധൈര്യം എല്ലാം ഉള്ളൊരു പെൺകുഞ്ഞ്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഈ കഥയിൽ വേറെ 2 കഥാപാത്രങ്ങളോട് വരുന്നുണ്ട്. ഒരു പോലീസ് ഓഫീസറെ കാണിക്കുന്നില്ല, അയാള് കമ്മീഷണർ ആണ് കേട്ടോ. അയാളുടെ ഭാര്യ, എന്തോ പ്രശ്നങ്ങൾ അവർക്കുണ്ട്, അവരുടെ കുഞ്ഞിന് എന്തോ അവർക്ക് നഷ്ടപ്പെട്ടതാണ്. ആ പെണ്ണ് എപ്പോഴും സ്വപ്നത്തിൽ തന്റെ കുഞ്ഞിനെയും താൻ അനുഭവിച്ച പീഡനങ്ങളും ഒക്കെ തന്നെ സ്വപ്നത്തിൽ കണ്ട് ഞെട്ടി എഴുന്നേക്കാറുണ്ട്. ഒരു പേടി ടൈപ്പുള്ള ഒരു പെണ്ണാണ് അത്, നമ്മുടെ സ്വാതി ക്യാരക്ടർ. അപ്പൊ അങ്ങനെ ആ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുന്നതും അവളെ എവിടെയെങ്കിലും പോകുമ്പോൾ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് അവളുടെ കൂടെ നിൽക്കുന്നതും ഒക്കെ തന്നെ പ്രൊമോയിൽ കാണിക്കണത്. വേദയും വിക്രത്തിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടോ അതുപോലെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരും ഭാര്യയ്ക്കും ഇമ്പോർട്ടൻസ് ഉള്ളത്. പ്രൊമോയിൽ ഇത്രയും ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നാളെ എപ്പിസോഡ് വരുമ്പോൾ അതിന്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. പിന്നെ തമിഴ് പോലെയാ പോണെങ്കിൽ തീർച്ചയായിട്ടും തമിഴിലെ റിവ്യൂ ഇടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.